സമയത്ത് വിളിച്ചു പറഞ്ഞെന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറ്റണം. മോനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാ. മോനെ, നീ വരില്ലേ? എന്തെങ്കിലും ഒന്ന് പറ. ചടങ്ങിന് മോൻ വരില്ലേ? അച്ഛാ, അത് വർഷം മരിച്ചിട്ടില്ല അച്ഛാ. എന്റെ വർഷയ്ക്ക് എന്നെ ഒറ്റയ്ക്കാക്കി പോവാൻ പറ്റില്ല. ഈ ചടങ്ങ് നടത്തരുത്. പറ്റില്ല മോനെ. പ്രശ്നം വെച്ചപ്പോഴും അവള് നഷ്ടപ്പെട്ടു എന്നാ തെളിഞ്ഞത്. അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കണം. അതിനായി ബലികർമ്മങ്ങൾ നടത്തിയേ പറ്റൂ. അത് വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ മോന്റെ യുക്തി പോലെ ആകാം. എന്തായാലും ചടങ്ങ് നടത്തും. അച്ഛാ, അച്ഛാ, എല്ലാവർക്കും എന്റെ വർഷം മരിച്ചാൽ മതി. അവൾ മടങ്ങി വരണമെന്ന ഒരാഗ്രഹം ആർക്കുമില്ല. ആ ജോലിക്കാരെ കണ്ടിട്ട് എന്റെ വർഷയെ പോലെ ഉണ്ടല്ലോ. വർഷ ഈ കോവിലത്തുണ്ടോ? ശ്യാമേ, ശ്യാം, ശ്യാം. മോളെ, മരിച്ചുപോയ ആ വർഷ ശ്യാമിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ കോളേജ് മേറ്റ് ആയിരുന്നു. ശ്യാം പറഞ്ഞോ, ആ കാര്യം എനിക്കറിയാമേ. അവളുടെ മരണം അവന്റെ അമ്മയായ എന്നെ പോലും വല്ലാതെ തളർത്തി കളഞ്ഞു. അപ്പൊ പിന്നെ ശ്യാമിന്റെ കാര്യം പറയാനുണ്ടോ മോളെ? മോളെ, കുറച്ചു സമയം അവൻ ഒറ്റയ്ക്കിരിക്കട്ടെ. മതി വരുവോളം കരയട്ടെ. അതിനുള്ള അവസരം കൊടുക്കുക നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആശ്വാസം. മോള് വാ. വിക്രം, വർഷയെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നത് ശരിയാ. പക്ഷേ ആ സത്യം വർഷയോട് എനിക്ക് തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ എന്നെ ഒരു സുഹൃത്തായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. വിക്രവുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചതിൽ പിന്നെ ഞാൻ അവളെ ഒരു സുഹൃത്തായി മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ വിവാഹശേഷവും അങ്ങനൊരു ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. ശ്യാം എന്തിനാണ് ഒരു കുറ്റസമ്മതം നടത്തുമ്പോൾ എന്നോട് സംസാരിക്കുന്നത്?
വിക്രം എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്താ ശ്യാമേ ഇത്? എനിക്ക് ഒരു തെറ്റിദ്ധാരണ ശ്യാമിനോടില്ല. എൻ്റെ ഒരു കൂടപ്പുറപ്പിന്റെ സ്ഥാനത്താണ് ഞാൻ ശ്യാമിനെ കാണുന്നേ. അതാ ആരോരും ഇല്ലാത്ത ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറയാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കുമ്പോൾ എൻ്റെ വർഷയുടെ സാമീപ്യം അനുഭവപ്പെടുന്ന പോലെ തോന്നും എനിക്ക്. ഒരാശ്വാസം. വിക്രം, വർഷയ്ക്ക് വന്ന ആപത്തില് വിക്രമിനെ പോലെ തന്നെ ഞങ്ങള് സങ്കടപ്പെട്ടിരിക്കുക. എനിക്ക് എന്റെ മകളെ നഷ്ടപ്പെട്ടതുപോലെയുള്ള ദുഃഖം എല്ലാ കാലത്തും ഉണ്ടാവും. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയും പിന്നെ ഭാര്യയില്ലാതായ വേദനയും രണ്ടും ക്ഷമയോടെ അനുഭവിക്കാനും സഹിക്കാനുമുള്ള സഹനശക്തി വിക്രമനുണ്ടാവട്ടെ. എന്നെ വർഷയുടെ അച്ഛൻ വിളിച്ചിരുന്നു. വർഷയുടെ മരണാനന്തര കർമ്മങ്ങൾ നടക്കുക. ഞാനതിന് സംവദിക്കണമെന്ന് അറിയിക്കാൻ. ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നാലും അച്ഛൻ വിളിച്ചറിയിച്ച കാര്യത്തിന് പങ്കെടുക്കണമെന്ന് തോന്നി. ഞാൻ അങ്ങോട്ട് പോവാം. ഇനിയും വല്ലപ്പോഴൊക്കെ വരണം.